ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ടും സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാതെ പോകുന്ന നിരവധി തൊഴിലാളികളുടെ നേർക്കാഴ്ചയാവുകയാണ് ഇടുക്കി മൂന്നാർ സ്വദേശികളായ കമലമ്മയും സെൽവരാജും. സ്വന്തമായ ഒരു കിടപ്പാടമില്ലാതെ ദുരിതാവസ്ഥയിൽ കഴിയുന്ന തങ്ങളുടെ രക്ഷയ്ക്കായി കനിവുള്ള ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയോടെ ഇരുട്ടുമൂടിയ ഒറ്റമുറിയിൽ കാത്തിരിക്കുകയാണ് ഈ വയോധികർ. ഒരാഴ്ച മുഴുവൻ കഠിനാധ്വാനം, ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ മടക്കം, ആ മടക്കത്തിനിടയ്ക്ക് വിശ്രമിക്കുവാനും തലചായ്ക്കുവാനും ഇടമന്വേഷിക്കുമ്പോൾ മുന്നിൽ ശൂന്യത. മൂന്നാറിലെ നിരവധി തൊഴിലാളികളുടെ അവസ്ഥയാണിത്. ആ അവസ്ഥയാണ് വയോധികരായ കമലമ്മയും സെൽവരാജും കാട്ടിത്തരുന്നത്. സെവൻമല എസ്റ്റേറ്റിൽ 33 വർഷങ്ങൾ തൊഴിലാളിയായി ജോലി ചെയ്ത് വിരമിച്ച കമലമ്മയ്ക്ക് ഇപ്പോൾ വയസ്സ് 71. ഭർത്താവ് സെൽവരാജിന് 76 വയസ്സ്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം മുതിരപ്പുഴയാറിന് തീരത്തുള്ള ഒരു ഒറ്റമുറിയിൽ വാടകയ്ക്ക്. വൈദ്യുതി കണക്ഷൻ പോലുമില്ലാതെ ഇരുളിൽ കഴിയുകയാണ് ഇവർ. മണ്ണെണ്ണ വിളക്കാണ് ഏക ആശ്രയം. വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് മാറി മാറി താമസിച്ചു വന്ന ഇവർ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട് 2 വർഷമായി. സർക്കാർ നൽകുന്ന പെൻഷനും തൊഴിലുറപ്പ് ജോലിയുമാണ് ഏക ആശ്രയം. வீடில்ல வாசல் இல்லை, எங்களுக்கு உதவி செய்ய யாரும் இல்லை. கேட்டால் பணம் கொடுத்தாத்தான் வீடு கிடைக்கும் அப்படிங்கிறாங்க. நாங்கள் எங்கே போக அவ்வளோ பணத்துக்கு? எங்கள் தாத்தா பாட்டி காலத்துலேருந்து நாங்கள் இந்த மலையிலேயே தான் இருக்கோம். எங்களுக்கு உதவி செய்ய யாரும் ஒன்றும் வரல. செலவுக்கு இந்த 100 நாள் வேலைக்கு போனால் தான் வேலை, பென்ஷன் கிடைக்கிது, அதை வாங்கி சாப்பிட்டுக்கிட்டு இருக்கோம். ஏதோ எப்படியோ எங்களுக்கு ஒரு உதவி செய்யுங்க. മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന മുറി, മഴയൊന്ന് കനത്തു പെയ്താൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഒറ്റമുറി നിലം പതിക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ല. വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികൾ വീടെന്ന സ്വപ്നം വാഗ്ദാനം നൽകി മടങ്ങുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ പറയുന്നു. 6 തലമുറയായി മൂന്നാറിൽ ജീവിച്ചു കഴിഞ്ഞു വരുന്ന കമലമ്മയുടെ കുടുംബത്തിന്റെ അവസ്ഥ മൂന്നാറിലെ തൊഴിലാളികളുടെ നേർക്കാഴ്ചയാണ്. നിരവധി കുടുംബങ്ങളാണ് വിരമിച്ച ശേഷം ഇപ്പോഴും വാടക വീടുകളിൽ കഴിഞ്ഞു വരുന്നത്. വൈദ്യുതിയില്ലാതെ ഇരുളിൽ കഴിയുന്ന ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമെത്തിക്കാൻ അധികാര കേന്ദ്രങ്ങൾക്ക് ഇനി എന്നാണ് സാധിക്കുക? ഇവരുടെ ഈ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കരുത്. മരിക്കുന്നതിന് മുമ്പേ സ്വന്തമായ ഒരു വീട് എന്നൊരു സ്വപ്നം മാത്രമാണ് ഇവർക്ക് ബാക്കിയുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.